നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ലിവിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മൾ ഇന്ന് അമാവാസി ഇന്നാണ്. അമാവാസിയും സൂര്യഗ്രഹണവും ഒക്കെ നടക്കുകയാണ്. സോ അതിൻ്റെയൊക്കെ എനർജീസ് ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. പോരാ തന്നെ നമ്മുടെ 9 സെപ്റ്റംബറിലെ ഞാൻ പറഞ്ഞിരുന്നു, 9 എന്ന് പറയുമ്പോൾ എൻഡിങ്സിൻ്റെ ടൈമാണ്. ചില കാര്യങ്ങൾ അവസാനിക്കും എന്ന രീതിക്കൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. കുറേ റീഡിങ്സ് അത് നമ്മൾ കണക്ട് ചെയ്ത് കണ്ടിട്ടുണ്ട്. സോ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഈ അമാവാസിയും സൂര്യഗ്രഹണവും എല്ലാം കൂടി വരുമ്പോൾ അതിൻ്റെയും എനർജീസ് നിങ്ങളുടെ ലൈഫിൽ കുറേ മാറ്റങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പലതും എന്തൊക്കെയോ സംഭവിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. സോ ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ബാധിക്കുന്ന പോലെ അത് നല്ലതിനാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി നല്ലതിന് തന്നെ ആവുള്ളൂ എന്തായാലും. ഓക്കെ, സോ നമുക്ക് നോക്കാം ഈ സൂര്യഗ്രഹണം അമാവാസിയൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് ഇനി കൊണ്ടുവരാൻ പോകുന്നത്, അടുത്ത 15 ദിവസം എന്താണ് വരാൻ പോകുന്നത് നമുക്ക് നോക്കാം. ആൻഡ് ന്യൂ മൂൺ അല്ലെങ്കിൽ നമ്മുടെ ഈ റിച്വൽസ് ഒക്കെ ഞാൻ മറ്റേ ഗൈഡൻസിലും ഞാൻ പറഞ്ഞു, ഇവിടെയും പറയാം. ചാനലിൻ്റെ പേരിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, മെയിൻ പേജിൽ പോവാം. അവിടെ പോയിട്ട് പ്ലേ ലിസ്റ്റ് എടുത്ത് നോക്കുക. പ്ലേ ലിസ്റ്റിൽ കുറച്ച് ഫോൾഡേഴ്സ് നിങ്ങൾക്ക് കാണും. ന്യൂ മൂൺ ഉണ്ട്, ഫുൾ മൂൺ ഉണ്ട്, മാനിഫെസ്റ്റേഷൻസ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള വീഡിയോസ് അങ്ങനെ ഞാൻ കുറച്ചെണ്ണം ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണും, ഫോൾഡേഴ്സ് കാണും. അതിൽ ന്യൂ മൂണിൻ്റെ വീഡിയോസ്, ഫുൾ മൂണിൻ്റെ വീഡിയോസ് ഏത് വേണമെങ്കിലും കാണാം നിങ്ങൾക്ക്, വിരോധമൊന്നുമില്ല. ഓക്കെ, പറ്റിയ ന്യൂ മൂണിൻ്റെ കാണും, അമാവാസിയുടെ കാണും. അതിൽ നോക്കിയിട്ട് നിങ്ങൾ കുറച്ച് റിച്വൽസ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അത് ഞാൻ മുമ്പിട്ടതാണ് എന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അതേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റും, യാതൊരു ഇതുമില്ല. അത് ജസ്റ്റ് നമ്മൾ റിച്വൽ റെമഡീസ് ആണ് പറയുന്നത്. അതെല്ലാം എല്ലാ സമയത്തും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സോ അതൊന്നെടുത്ത് ഫോളോ ചെയ്യാം. ഉപ്പിട്ട് കുളിക്കുക, കുറച്ച് പ്രാർത്ഥന, മെഡിറ്റേഷൻ കാര്യങ്ങൾ. ഓക്കെ, അതൊക്കെ ബേസിക് ആയിട്ട് നിങ്ങൾ എപ്പോഴും ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ഈ സമയത്ത് പ്രത്യേകിച്ച് നിങ്ങളുടെ മൂഡൊക്കെ ഒന്ന് അപ്പ് ആൻഡ് ഡൗൺ ആവും. നിങ്ങൾ പേഴ്സണലായിട്ടൊക്കെ ഒന്ന് സൂക്ഷിച്ചൊക്കെ സംസാരിക്കുക. സോ ബി കെയർഫുൾ. ഓക്കെ, ഈ ഒരു പീരീഡ് ഒന്ന് കടന്നു പോട്ടെ. 2-3 ദിവസം ഇങ്ങനെ ഉണ്ടാവും, എനർജീസ് കുറച്ച് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും. സോ ബി കെയർഫുൾ. ആൻഡ് നമുക്ക് നോക്കാം നിങ്ങളുടെ ബന്ധത്തിൽ ഈ സൂര്യഗ്രഹണവും അമാവാസിയും ഒക്കെ അടുത്ത 15 ദിവസം എന്തായിരിക്കും നമുക്ക് നോക്കാം, എങ്ങനെ ബാധിക്കും. Okay, 7 of Pentacles, 2 of Swords, 4 of Pentacles, Knight of Swords, and 4 of... Okay, fine. എന്തായാലും ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരല്പം നെഗറ്റീവ് എനർജിയാണ്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഒരല്പം പുറകോട്ടായിരിക്കും. ഓക്കെ, അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങളൊരു കമ്മ്യൂണിക്കേഷൻ അധികം പ്രതീക്ഷിക്കേണ്ട. അവർ ഒരു സൈലൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട്, മാറി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, വളരെ ക്ലോസ്ഡ് ഓഫ് ആയിരിക്കും അവർ. ഓക്കെ, എന്ന് വെച്ചാൽ അവരധികം ഒന്നും എക്സ്പ്രസ് ചെയ്യില്ല, പറയില്ല, ഫീൽ ചെയ്യും. അങ്ങനത്തെ ഒരു സ്റ്റേജിലായിരിക്കും. നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഇത് അവെയറാണ് അല്ലേ, പേഴ്സൺ അവെയർ അല്ല. അവർക്ക് ഇത് അമാവാസിയാണ് അല്ലെങ്കിൽ സോളാർ എക്ലിപ്സ് ആണെന്നൊന്നും ഇവർക്കൊന്നും അറിയില്ല. സോ നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കുക. ഓക്കെ, ഇത് എനർജീസിനെ ബാധിക്കും, നിങ്ങളെ മാത്രമല്ല പേഴ്സണെയും. ഓക്കെ, അവർക്കത് പക്ഷെ തിരിച്ചറിയില്ല. സോ നിങ്ങൾ ഇത് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ശാന്തമാവുക. ഫസ്റ്റ് ഓഫ് ഓൾ ഓക്കെ, ശാന്തമായിട്ടിരിക്കുക. നിങ്ങൾ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. സോ വിട്ടേക്ക് ഇപ്പോൾ ഈ ഒരു സമയം സ്പേസ് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങളോട് പറയുന്നത്, ഇപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവില്ല, ഒന്നും അധികം നിങ്ങൾക്ക് തോന്നും പേഴ്സൺ എന്താണിത്, ഒന്നും മുന്നോട്ട് പോകുന്നില്ല എന്നൊക്കെ 2-3 ദിവസത്തേക്കൊക്കെ ഈ എനർജി ഉണ്ടാവും. ഒരാഴ്ച വരെയൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം. ഓക്കെ, പ്രത്യേകിച്ച് അമാവാസിയും സോളാർ നമ്മുടെ സൂര്യഗ്രഹണവും രണ്ടും കൂടിയിട്ടാണ് വരുന്നത്. സോ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സ്ട്രോങ് എനർജി ഉണ്ടാവും. നിങ്ങളുടെ പേഴ്സൺ ഒരല്പം സൈലൻ്റ് ആവും. ഓക്കെ, അവരധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സാധ്യതയില്ല. അവിടെ ഒരു കൺഫ്യൂഷൻ്റെ മൈൻഡ് കാണുന്നുണ്ട്. അവരുടെ മൈൻഡ് വളരെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. തീരുമാനമെടുക്കാൻ ശ്രമിക്കുന്ന പോലെ തോന്നും. വരണോ വേണ്ടേ, സംസാരിക്കണോ വേണ്ടേ, റിലേഷൻഷിപ്പ് എന്ത് ചെയ്യണം, അങ്ങനെ പല കാര്യങ്ങളും അവരുടെ മൈൻഡിൽ ചിന്തകളായിട്ട് കാണാം. ഓക്കെ, ഹോൾഡ് ബാക്ക് ചെയ്യുന്നുണ്ട്. പേഴ്സൺ ഓപ്പൺ ആയിട്ട് തുറന്ന് പറയില്ല, ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവില്ല. അതായത് റിലേഷൻഷിപ്പിലും ഇപ്പോൾ നിങ്ങൾക്ക് അവരുടെ ഭാഗത്തു നിന്നൊന്നും കാണില്ല. ഓക്കെ, ഒരു എഫേർട്ടും കാണില്ല. സോ നിങ്ങളും ചെയ്യാതിരിക്കുക. നിങ്ങൾ അങ്ങോട്ട് ചോദിക്കാൻ പോയിട്ട് അവർ റിപ്ലൈ തന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കാൻ നിൽക്കരുത്. ഓക്കെ, ചോദിച്ചിട്ടും അവർ റിപ്ലൈ തന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിട്ടേക്കാം. ഓക്കെ, അവിടെ ഇരിക്കാം. ഓക്കെ, സൈലൻ്റ് ആയിട്ടിരിക്കാം. ഓക്കെ, അതിൻ്റെ ഇവിടെ എന്തായാലും ഒരു സെപ്പറേഷൻ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു പോസ് ഫീൽ ചെയ്യുന്നുണ്ട്. സെപ്പറേഷൻ അല്ല, അറ്റ്ലീസ്റ്റ് ഒരു അകൽച്ച ഫീൽ ചെയ്യും നിങ്ങൾക്ക്. ഓക്കെ, ചിലപ്പോൾ എടുത്തു ചാടിയൊരു മെസ്സേജൊക്കെ വരാം. ഓക്കെ, പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കാതെ ചിലപ്പോൾ ഒരു ഇൻ ആൻഡ് ഔട്ട് ഉണ്ടാവാം. ഓക്കെ, പക്ഷെ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കുക. കാരണം ഇതൊരു ഒരല്പം എന്താ പറയുക, എടുത്തുചാട്ടം. ഓക്കെ, മീൻസ് ആ ഒരു ഇറിറ്റേറ്റഡ് സ്വഭാവമായിരിക്കാം കാണിക്കുന്നത്. സോ ഈ സമയത്ത് വല്ല ഫൈറ്റൊക്കെ വരാനുള്ള സാധ്യതയാണ്. സോ ബി കെയർഫുൾ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രത്യേകം. ഇതൊരു എടുത്തുചാട്ടമാണ് കാണുന്നത്. പെട്ടെന്ന് പേഴ്സണിന് ചിലപ്പോൾ ഒരു അട്രാക്ഷനൊക്കെ തോന്നി ചിലപ്പോൾ വരാം. പക്ഷെ വന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ അവിടെ തെറ്റാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. സോ ബി വെരി കെയർഫുൾ. ഓക്കെ, കുറച്ച് പേർക്ക് മേ ബി നിങ്ങളുടെ പേഴ്സണ് വരണം എന്ന് ആഗ്രഹം ഉണ്ടാവാം, പക്ഷെ അത് ഇൻ ആൻഡ് ഔട്ട് എനർജിയാണ്. സോ സ്റ്റേബിൾ ആയിട്ട് നിൽക്കില്ല. ഓക്കെ, അതായത് വന്നാലും അവർ വീണ്ടും പോവും. സോ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട, ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട ഇപ്പോൾ.
മൂൺ തന്നെയാണ്. കൺഫ്യൂഷൻ, അമാവാസി സമയമാണ്, കൺഫ്യൂഷനാണ്, ഉണ്ടാവും തീർച്ചയായിട്ടും. ജഡ്ജ്മെന്റ് സമയമുണ്ട്. വെരി ഗുഡ്. ഓക്കെ, 4 of Wands. അത് ആക്ച്വലി ഒരു ഫുൾ മൂൺ ആണ് കാണിക്കുന്നത്. ഹെർമിറ്റ് ആൻഡ് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. വാവ്, ഓക്കെ, വെരി നൈസ്. നിങ്ങൾക്ക് തോന്നാം ദാറ്റ് നിങ്ങളെ ഒറ്റപ്പെട്ടു, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒറ്റപ്പെടുത്തി, അല്ലെങ്കിൽ അവരില്ല കൂടെ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. ഓക്കെ, കാരണം മാറി നിൽക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. അത് ശരി തന്നെയാണ്. അവരിതിൽ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളെ ചേർത്ത് പിടിക്കാനോ, നിങ്ങളെ സംസാരിക്കാനോ, നിങ്ങളോട് കോൺടാക്ട് ചെയ്യാനോ, എന്തെങ്കിലും സമാധാനിപ്പിക്കാനോ ഒന്നിനും അവരുണ്ടാവില്ല. ഓക്കെ, അത് എക്സ്പെക്ട് ചെയ്യേണ്ട നിങ്ങൾ. സോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ മേ ബി ഇതൊരു ഫുൾ മൂൺ സമയമാകുമ്പോൾ, ഇതിപ്പോൾ നമ്മൾ അമാവാസി എന്ന് പറഞ്ഞു, അമാവാസി കഴിഞ്ഞിട്ട് അടുത്ത ഫുൾ മൂൺ, അതായത് 15 ദിവസം എന്നെടുക്കാം. സോ 15 ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ പേഴ്സണിൽ ഒരു മാറ്റം വീണ്ടും കാണാൻ തുടങ്ങും നിങ്ങൾ. ഓക്കെ, ഇവിടെ ജഡ്ജ്മെന്റ് ഫേസ് ഉണ്ട്, ഹെർമിറ്റ് ഉണ്ട്. സോ നിങ്ങളുടെ പേഴ്സൺ ഈ സമയത്ത് ഇപ്പം നിങ്ങളുടെ അടുത്ത് അകന്ന് നിൽക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ അവർ ചിന്തിക്കുന്ന സമയമാണ്. ഓക്കെ, അവർ കുറേ കാര്യങ്ങൾ അവർ ചിന്തിക്കും. എന്നിട്ട് അവർ ചെയ്ത തെറ്റായാലും അവർ ചെയ്ത ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിച്ച് അവർ നിങ്ങളോട് ന്യായം ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന രീതിയിലൊക്കെ ചിന്തിക്കുന്ന ഒരു സമയമാണ്. ഇത് ഞാൻ എപ്പോഴും പറയുന്നു എന്ന് വിചാരിക്കേണ്ട, ഇത് സംഭവിക്കാനുണ്ട്. ഓക്കെ, അതും ഒരു ദിവസം കൊണ്ട് ഇത് മാറി വരുന്ന ഒരു എനർജി അല്ല. അതുകൊണ്ടാണ് നമുക്ക് കുറേ ദിവസം കണ്ടിന്യൂസ് ഒരേ കാര്യങ്ങൾ കിട്ടുന്നത്. അല്ലാതെ നമ്മൾ റീഡിങ്ങിൽ ഒരേ കാര്യം വരുന്നു എന്ന് ചിന്തിക്കേണ്ട. ബിക്കോസ് അത് നടക്കാനുണ്ട്, അത് അത്ര എളുപ്പവുമല്ല. ഓക്കെ, ഒന്ന് അകന്ന് നിന്ന് ശരിക്കും പറഞ്ഞാൽ കുറേ സമയം എടുക്കും. ഇതൊന്നും അത്ര പെട്ടെന്ന് തീരുന്ന കാര്യങ്ങളൊന്നും അല്ല. കാരണം നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കും എപ്പോഴും. സോ ഇടയ്ക്കൊന്ന് ഓക്കെ ആയി എന്ന് തോന്നും, പിന്നെയും ഒന്ന് പുറകോട്ടാവും. സോ അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടായിക്കൊണ്ടിരിക്കും. സോ ഇവിടെ ജഡ്ജ്മെന്റ് വരണമെങ്കിൽ സമയമെടുക്കും. സോ ബട്ട് അവർ അറ്റ്ലീസ്റ്റ് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവരെ മനസ്സിലിട്ട് അവർ അതിനെക്കുറിച്ചൊരു ഞാൻ മലയാളം യൂസ് ചെയ്ത പ്രശ്നം, ചിന്തിക്കുന്നുണ്ട്, അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കുകയാണ് അവർ, ഞാൻ ചെയ്തത് എന്താണ് അല്ലെങ്കിൽ കാര്യങ്ങൾ എന്താണ് എന്നൊക്കെ അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ്. ആൻഡ് ഇവിടെ 4 of Wands എനർജിയാണ്. നിങ്ങൾ തമ്മിലൊരു യൂണിയനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ റീയൂണിയൻ ആയാലും ശരി, യൂണിയൻ ആയാലും ശരി, നിങ്ങളുമായിട്ട് ഒരു നല്ല സ്റ്റേബിൾ ലൈഫ് വേണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, വളരെ ഹാപ്പി ആയിട്ട് ഒരു ഫാമിലി പോലെ മാരേജ്, കമ്മിറ്റ്മെന്റ്, അല്ലെങ്കിൽ ഈവൻ അതർവൈസ് ഒരു നല്ല സ്റ്റേബിൾ ബന്ധം എന്ന രീതിക്കാണ് അവർക്ക് ആഗ്രഹം. ഓക്കെ, പക്ഷേ അതിന് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് സമയമെടുക്കും. നിങ്ങളുടെ പേഴ്സണൽ അല്പം മാറിയൊക്കെ നിൽക്കും. നിങ്ങൾ ട്രിഗർ ആവാതിരിക്കുക. നിങ്ങളോട് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് അഡ്വൈസ് ആയിട്ട് എടുക്കും. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് എനർജി, ക്വീൻ ആയാലും കിങ് ആയാലും ഓക്കെ, നിങ്ങൾ ജെൻസ് ആയാലും ലേഡീസ് ആയാലും നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യത്തിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ഒരു ലൈഫ് എന്ന രീതിക്ക്. ഓക്കെ, ജോലിയും കരിയറും ഇല്ല, നിങ്ങൾ വീട്ടിലിരിക്കുന്നവരാണെങ്കിലും നോ പ്രോബ്ലം. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഗ്രോത്ത്, എങ്ങനെയാണ് നിങ്ങൾക്ക് കുറച്ച് പൈസ ഏൺ ചെയ്യാൻ പറ്റുമോ, അതോ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, പഠിപ്പിക്കാൻ പറ്റുമോ, വല്ലതും എന്തെങ്കിലും സമയം വേറെ എന്തെങ്കിലും അങ്ങനെയൊക്കെ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളെ തന്നെ ഗ്രോ ചെയ്യുക, നിങ്ങൾ സ്ട്രോങ് ആവുക. ഓക്കെ, കോൺഫിഡൻ്റ് ആവുക, കേപ്പബിൾ ആവുക. അതൊക്കെയാണ് നിങ്ങൾ ചെയ്യാനുള്ളത്. ഓക്കെ, ലേഡീസിനോടാണ് ഞാൻ ഇത് പറഞ്ഞത്. ജെൻസ് ആണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ, നിങ്ങളുടെ ഗ്രോത്ത്, കരിയർ, പഠിക്കാനായാലും നിങ്ങളെ തന്നെ ഉയർത്താൻ ശ്രമിക്കുക നിങ്ങൾ. ഓക്കെ, അതാണ് ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്കുള്ള അഡ്വൈസ്. നിങ്ങൾ ലെഫ്റ്റ് ഔട്ട് ഫീലിംഗ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ട. പേഴ്സൺ എന്നെ വിട്ടുപോയി അല്ലെങ്കിൽ അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. കാരണം ഇവിടെ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ വളരെ ഡീപ്പ് കണക്ഷൻ തന്നെയാണ്. 2 of Cups വന്നിരിക്കുന്ന സോൾമേറ്റ് കണക്ഷൻ. ഞാൻ ഇത് വീണ്ടും വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ ബോറിംഗ് ആയിപ്പോ. നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ അറ്റ് ദ എൻഡ് എന്താ പറയുക, നമ്മൾ പറയില്ലേ, ഒരു എന്തൊക്കെ കറങ്ങിത്തിരിഞ്ഞ് വന്നാലും ഈ കണക്ഷൻ അത് സ്ട്രോങ് തന്നെയാണ്, എവിടെയും പോകാൻ പോകുന്നില്ല. ഓക്കെ, ബട്ട് യെസ്, ചില കാര്യങ്ങൾ ഇടയ്ക്കൊരു ബ്ലോക്കേജസ് വരുന്നുണ്ട്, ഇടയ്ക്കൊരു ചില തടസ്സങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ തമ്മിൽ ഈ ഒരു സമയം പേഴ്സണിനെ ശരിക്കും ചില കാര്യങ്ങൾ അവർ ചിന്തിച്ച് മനസ്സിലാക്കുന്ന ഒരു ഫേസ് ആണ് വരാൻ പോകുന്നത്. ഓക്കെ, സോ ബട്ട് ഇവിടെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക, നിങ്ങൾ മൈൻഡ് ചെയ്യാതിരിക്കുക, നിങ്ങളും നിങ്ങളുടെ സ്വന്തം കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കുക പ്ലീസ്. ഓക്കെ, ഈ അഡ്വൈസ് വളരെ സീരിയസ് ആയിട്ട് എടുക്കൂ. നിങ്ങളുടെ ലൈഫ് മാറ്റണം, നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് മാറ്റണം എന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ കുറച്ച് അഡ്വൈസ് കാർഡ്സ്, യൂണിറ്റി, ട്രാൻസെൻഡൻസ്, ഞാൻ ചിലപ്പോൾ ഇത് മറക്കും കേട്ടോ, കാർഡൊന്നും മറക്കും ഞാൻ. സെപ്പറേഷൻ, ലോങ്ങിങ്, യെസ്, സെൽഫ് വർത്ത്, എക്സ്പെക്ടേഷൻസ്, Ace of Cups, guilt, sabotage, self-love വീണ്ടും വന്നു. ഓക്കെ, ഗ്രേറ്റ്. ഫെക്കേർഡ് ബിലീഫ്സ്. ഓക്കെ, തേർഡ് പാർട്ടി, കുറച്ച് പേർക്ക് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്ക്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങൾ പേഴ്സൺ നിങ്ങൾ മാരീഡ്, അല്ലെങ്കിൽ അവരെ ലൈഫിൽ വേറെ ഏതെങ്കിലും റിലേഷൻ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ആയിരിക്കാം തടസ്സം. ഓക്കെ, ഒരു തേർഡ് പാർട്ടി എനർജി ഉണ്ട് എന്ന് എടുത്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ ജോലി ആവാം, കരിയർ ആവാം, ഒരു ടെൻഷൻ ആവാം, പേടികളാവാം, എല്ലാം ആവട്ടോ, എന്തും ആവാം ഇവിടെ. കാരണം ഇവിടെ ഫെക്കേർഡ് ബിലീഫ്സ് വന്നിട്ടുണ്ട്. ഇത് പറയുന്നത് അവരുടെ ബിലീഫ് സിസ്റ്റം മാറും. അതായത് നമ്മൾ പറയില്ലേ, നമ്മുടെ ചിന്താഗതി തന്നെ മാറി വരുന്ന ഒരു സമയമാണ് കാണിക്കുന്നത് ഇവിടെ. ചിലതൊക്കെ മാറാനുണ്ട് ഇവിടെ.
ഒരു മുഖംമൂടി എന്ന് പറയാം. ഓക്കെ, എവിടേക്കോ ഇത് അവനവനെ ഒരു ഇത് ചെയ്യണ പോലെയാണ്, അവനവനെയാണ് നോക്കുന്നത്. ഇവിടെ കയ്യിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് അറിയില്ല, ഒരു ഫേസ് ആണ്. ഇവരുടെ മുഖം പിടിയില്ല, ഇങ്ങോട്ട് കയ്യിലെടുത്ത് പിടിച്ചിരിക്കുക എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ അവനവനെ തന്നെ നോക്കുക എന്ന രീതിയിലാണ്. നമ്മൾ ശരിക്കും അവനവൻ്റെ ഉള്ളിൽ തന്നെ ചോദിക്കാം, ഞാൻ ചെയ്യുന്നത് കറക്റ്റാണോ, ഞാനിങ്ങനെ നല്ലതാണോ എന്നൊക്കെ അവനവനോടുള്ള ചോദ്യങ്ങൾ. ഓക്കെ, ഇവിടെ യൂണിറ്റി ഞാൻ പറഞ്ഞു. ഓക്കെ, നിങ്ങൾ തമ്മിൽ തീർച്ചയായിട്ടും ഒരു യൂണിയൻ വരും. നിങ്ങൾ തമ്മിൽ വളരെ സ്ട്രോങ്. ആക്ച്വലി നമ്മൾ നേരത്തെ 4 of Wands കാർഡ് മാരിയായിട്ട് നമുക്ക് എടുക്കാം, അതുപോലെ എടുക്കാം. യൂണിറ്റി, യൂണിയൻ എന്ന രീതിക്ക് എടുക്കാം. സെപ്പറേഷൻ ഉണ്ട് ഇപ്പോൾ, യെസ് സെപ്പറേഷൻ ഉണ്ട്. നിങ്ങൾ തമ്മിലൊരു പേഴ്സൺ അകന്ന് നിൽക്കുന്നുണ്ടാവാം, നിങ്ങൾക്ക് അവരെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അവരെ കാണാനുള്ള ആ ഒരു ആഗ്രഹവും എല്ലാം ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ. ഗിൽട്ട് സബോട്ടാജ്, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു ഗിൽട്ടിൽ ഇരിക്കുന്നുണ്ട്, അവരുടെ ഉള്ളിൽ ഒരു ചെറിയ കുറ്റബോധമുണ്ട്. ഓക്കെ, മേ ബി ഞാൻ പറഞ്ഞു അവർ ചിന്തിക്കാൻ തുടങ്ങുകയാണ് അല്ലേ, അവർ നിങ്ങളോട് ചെയ്ത കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ന്യായമായത് തന്നിട്ടുണ്ടോ എന്നൊക്കെ അവർ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അവർക്കൊരു ഗിൽട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർക്കൊരു വിഷമം ഫീൽ ചെയ്യുന്നുണ്ട്, ദാറ്റ് അവർ നിങ്ങളോട് തെറ്റ് ചെയ്തു എന്നുള്ള അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ സെൽഫ് വർത്ത് ആൻഡ് സെൽഫ് ലവ് ആണ്. നിങ്ങൾ നിങ്ങളുടെ സെൽഫ് വാല്യൂവിലേക്ക് വരാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളെ തന്നെ വാല്യൂ ചെയ്യുക, നിങ്ങളുടെ ആ ഒരു വാല്യൂ മനസ്സിലാക്കി നിങ്ങൾ നിൽക്കുക. ഓക്കെ, ഏസ് ഓഫ് കപ്സ് ആണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് സ്നേഹമുണ്ട്, അവർ തിരിച്ച് വരികയും ചെയ്യും. നിങ്ങൾ തമ്മിൽ യൂണിയൻ പോസിബിൾ ആണ്, സ്നേഹത്തോടെ ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്, എല്ലാം ഉണ്ട്, എല്ലാം വരും. പക്ഷെ ഇപ്പോൾ കുറച്ച് സമയം ഒരു സെപ്പറേഷൻ വരുന്നത്, ഈ സമയം നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, ഈ സമയം അവരും ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്ന സമയമാണ്. നിങ്ങൾ എന്താ മനസ്സിലാക്കാനുള്ളത്, നിങ്ങൾ സെൽഫ് വർത്ത് സെൽഫ് ലവിലേക്ക് വരാനുണ്ട്. ഓക്കെ, നിങ്ങളെ തന്നെ ഗ്രോ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ, അതാണ് നിങ്ങൾക്കുള്ള അഡ്വൈസ്. ഈ സമയത്ത് നിങ്ങളിപ്പോൾ അതാണ് ചെയ്യാനുള്ളത്. പ്ലീസ് ഓക്കെ, പേഴ്സണെ ചേസ് ചെയ്യാതിരിക്കുക, അവരെ വിട്ടേക്കുക. മെസ്സേജ് റിപ്ലൈ തന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ ശരി, സമയം ഒന്ന് എപ്പോഴാണ് ഫ്രീ എന്ന് വെച്ചാൽ അപ്പോൾ മെസ്സേജ് ചെയ്യും കേട്ടോ എന്ന് പറയാൻ പഠിക്കും. നിങ്ങളൊന്ന് ശാന്തമാവാൻ പഠിക്കും. ഓക്കെ, പെട്ടെന്ന് ട്രിഗർ ആവാതെ എന്നോട് ദേഷ്യമാണോ, എന്നോട് എന്തെങ്കിലും പറ്റുമോ, അല്ലെങ്കിൽ എന്നോട് മിണ്ടാൻ ഇഷ്ടമില്ലേ, വേറെ ആരെങ്കിലും ഉണ്ടോ, ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ നിൽക്കണ്ട. ഉണ്ടെങ്കിൽ തന്നെ അതിനെ മാറ്റിയെടുക്കാനുള്ള പവർ നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, കാരണം നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് നിങ്ങൾക്കിത് ചേഞ്ച് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് സ്വയം നിങ്ങൾ പറയാം, എന്തുണ്ടെങ്കിലും ശരി, എവിടെയും പോവില്ല എന്നെ വിട്ട് എന്ന് നിങ്ങൾ തീരുമാനിക്കാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ആ മനസ്സിൽ ഇപ്പം നിങ്ങൾ ആ ഒരു ഞാൻ പറഞ്ഞില്ല, ഒരു മെസ്സേജ് അയച്ചിട്ട് സപ്പോസ് റിപ്ലൈ കണ്ടില്ല, ഒന്നും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ശരി ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരൂ കേട്ടോ എന്ന് പറയാം. സോ ദാറ്റ് ഷോസ് നിങ്ങളുടെ കോൺഫിഡൻസ്. ഓക്കെ, അവിടെയാണ് നിങ്ങൾ ആ കോൺഫിഡൻ്റ് ആവാൻ പഠിക്കുക. നിങ്ങൾ ഇത് എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ ഇതുണ്ട്, മെത്തേഡ് ഉണ്ട്. നമ്മൾ ഈ നുണ പറയുകയാണെങ്കിൽ നമുക്ക് ഉള്ളിൽ പേടി ഉണ്ടാവും, ഇല്ല എന്നല്ല പറയുന്നത് ഞാൻ, ഉള്ളിൽ പേടി ചിലപ്പോൾ കിടക്കും. പക്ഷെ എന്നിട്ടും നിങ്ങൾ പറയുക ദാറ്റ് ഓക്കെ ഫ്രീ ആയിട്ട് വന്നോളും എന്ന് നിങ്ങൾ പറയാം. അങ്ങനെ നിങ്ങൾ സ്വയം അവനവനോട് നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കലി ബിൽഡ് ആവാൻ തുടങ്ങും. ഓക്കെ, അവർക്ക് എന്നെ വിട്ട് എവിടെയും പോകാൻ സാധിക്കില്ല എന്ന് സ്വയം അവനവനോട് പറയാം നിങ്ങൾ. ഓക്കെ, നിങ്ങളുടെ കണ്ണിൽ നോക്കി, കണ്ണാടി നോക്കി, നിങ്ങൾ മുഖത്ത് നോക്കി നിങ്ങൾ പറയാം, മുഖത്തല്ല കണ്ണിൽ നോക്കി പറയാം. ഓക്കെ, അങ്ങനെ നിങ്ങൾ ആ ഒരു അവനവൻ്റെ ഉള്ളിൽ നിങ്ങൾ ശരിക്കും പറയില്ലേ, നമ്മൾ റിയാലിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ നിങ്ങൾ ശ്രമിച്ചു നോക്കൂ. ഓക്കെ, ഇല്ല എല്ലാം ശരിയാവും, പ്രശ്നമൊന്നുമില്ല, അവിടെ എന്തോ തിരക്കിലാണ്, എന്തെങ്കിലും ആവട്ടെ വന്നോളും, അല്ല വന്നില്ലെങ്കിലും ഇപ്പം എന്തോ ചെയ്യട്ടെ എന്നൊക്കെ അങ്ങനെ കുറച്ച് നിങ്ങളുടെ സെൽഫ് ഡയലോഗ്, നിങ്ങൾ അവനവനോട് സംസാരം ഓക്കെ നിങ്ങളൊന്ന് മാറ്റി തുടങ്ങും. ഓക്കെ, ആൻഡ് ചേസ് ചെയ്യാതിരിക്കുക, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ കുറച്ചുകൂടെയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഈ റിലേഷൻഷിപ്പ് ബെറ്റർ ആയിട്ട് വരാനുള്ള വഴികളാണ് ഞാൻ പറയുന്നത്, അല്ലാണ്ട് വിട്ടുപോകാനുള്ള അല്ല, നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കുക. ഓക്കെ, ചിലർക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.